ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വീണ്ടും വിഷ്ണു സഹസ്രനാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത് വ്യാസവന്ദനത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഇന്ന് രണ്ടാമത്തെ ശ്ലോകമാണ് നാം അധ്യയനം ചെയ്യുന്നത്. ശ്ലോകം ഇതാണ്: വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. പണ്ടൊരിക്കൽ ബ്രഹ്മാവ് ഇങ്ങനെ വേദം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഈ വേദങ്ങൾ മുഴുവനും തട്ടിയെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് അന്തർധാനം ചെയ്തു, കടലിലേക്ക്. വേദങ്ങളെ പ്രത്യക്ഷമായി. ഈ സമയത്താണ് മഹാവിഷ്ണു മത്സ്യാവതാരം കൊണ്ടിട്ട് ഈ അസുരനെ നിഗ്രഹിച്ച് ആ വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു. ഇതുപോലെ ഈ വേദത്തിന് എന്തെങ്കിലും ച്യുതി സംഭവിക്കുന്ന സമയത്തൊക്കെ ഭഗവാൻ ഇടപെട്ട് ആ വേദങ്ങളെ ഉദ്ധരിക്കാറുണ്ട്. ഇത് നമുക്ക് പുരാണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവും. ഈ വേദങ്ങൾക്ക് ച്യുതി അല്ലെങ്കിൽ നാശം സംഭവിക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അധർമ്മം വർദ്ധിച്ചു വരുമ്പോഴാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഈ വേദ മന്ത്രങ്ങൾക്ക് കാലഹരണം സംഭവിക്കുകയും അല്ലെങ്കിൽ വേദ തത്വങ്ങൾക്ക് വിപരീതമായിട്ട് ആളുകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ആ വേദത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ആ വേദങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കും. ഇതൊരു ഭഗവാന്റെ ധർമ്മമാണ്. അപ്പൊ വേദങ്ങൾക്ക് അത്രയും പ്രാധാന്യമാണുള്ളത്. ഈ ലോക ജീവിതത്തില് മനുഷ്യര് അനുവർത്തിക്കേണ്ട എല്ലാ ധർമ്മവും അതിൽ അന്തർലീനമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ, അതിനെ കുറിച്ചിട്ട് ആളുകളെ വീണ്ടും ബോധവാന്മാരാക്കാൻ ഒക്കെയാണ് മഹാത്മാക്കളുടെ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും തീർച്ചയായിട്ടും ഈ വേദ മന്ത്രങ്ങളുടെയൊക്കെ പ്രാധാന്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും വേദങ്ങളെ പുനഃസ്ഥാപിക്കാനും അതുപോലെ ധർമ്മത്തെ കുറിച്ചിട്ട് ബോധവാന്മാരാക്കാനും ഒക്കെയാണ് വേദവ്യാസ മഹർഷിയുടെ ആവിർഭാവം എന്ന് നമുക്ക് പറയാൻ പറ്റും, നിസ്സംശയം പറയാൻ പറ്റും. വേദവ്യാസ മഹർഷി നമുക്കറിയാം പരാശരന്റെ മകനാണെന്ന് നേരത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. പരാശര മഹർഷി പണ്ട് ഒരിക്കലും യമുനാ നദി കടക്കാൻ വേണ്ടിയിട്ട് ആ നദിയുടെ തീരത്ത് വന്നു നിൽക്കുമ്പോൾ അന്ന് സാധാരണ അവിടെ കടത്തുകാരൻ ആണ് ഉണ്ടാവാറ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ ആ കടത്തുകാരന്റെ മകളായിരുന്നു അവിടെ ഇറക്കാൻ തോണി തുഴയാനായിട്ടുണ്ടായിരുന്നു. അത് കാളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളായിരുന്നു. ഈ കാളിയാണെങ്കിൽ കറുത്ത നല്ല എണ്ണക്കറുപ്പുള്ള പെൺകുട്ടിയാണ്. മാത്രമല്ല കറുത്തിട്ടാണെങ്കിലും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു ഈ കാളി. യൗവനയുക്തയാണ്. അതുകൂടാതെ നല്ല ആകാര സൗഷ്ഠവും വടിവൊത്ത മേനി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലാം കൊണ്ടും
തികഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു കാളി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി യാത്ര തുടങ്ങി. അപ്പൊ പരാശര മഹർഷി നോക്കുമ്പോണ്ട് നല്ല ലക്ഷണമൊക്കെ പെൺകുട്ടി. ഇവളില് തനിക്കൊരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഒരു മഹാതിശയനായി മാറും. അദ്ദേഹം ദിവ്യദൃഷ്ടിയിൽ കണ്ടു. അങ്ങനെ പരാശര മഹർഷി ഈ കുട്ടിയോട് പറയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, തന്നില് എനിക്കൊരു പുത്രൻ ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പല ഒഴിവുകളും ഒക്കെ പറഞ്ഞു. ഞാനിപ്പോ അങ്ങയുടെ കൂടെ ശയിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാവും. എനിക്ക് പിന്നീട് നാണക്കേട് കൊണ്ട് നാട്ടില് നടക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛനും ദോഷാണ്. മഹർഷി പക്ഷെ തന്റെ ആ നിർബന്ധത്തിൽ തന്നെ തുടർന്നു. അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് അവിടെ ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ ആ മൂടൽമഞ്ഞ് കൊണ്ട് അക്കരയും ഇക്കരയും ഒന്നും കാണാത്ത ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു ദ്വീപ് തന്നെ അദ്ദേഹം സൃഷ്ടിച്ച് പരാശര മഹർഷി കാളിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ഇവള് പെട്ടെന്ന് ഗർഭിണിയാവുക, ആ ഗർഭം പെട്ടെന്ന് തന്നെ പൂർണ്ണമാകുക, ഉടൻ തന്നെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിക്കുക മാത്രമല്ല, അപ്പൊ തന്നെ വളർന്ന് യുവാവായിട്ട് തീർന്നു ഈ ആ പുത്രൻ. അവനും കറുത്തിട്ട് തന്നെയായിരുന്നു, ഈ കുട്ടിയും കറുത്ത നിറത്തോട് കൂടിയിട്ടുള്ള ആളായിരുന്നു. അപ്പൊ ഒരു ദ്വീപിൽ വെച്ചിട്ട് ഉണ്ടായതുകൊണ്ടും കറുത്ത നിറം ഉണ്ടായിരുന്നതുകൊണ്ടും പരാശര മഹർഷി അവന് കൃഷ്ണ ദ്വൈപായനൻ എന്ന് പേരും ഇട്ടു. അങ്ങനെ പരാശര മഹർഷി ഇവൾക്ക് 2 വരം കൊടുക്കുകയാണ്. ഒന്നാമത്തെ വരം, ഇവളാണെങ്കിൽ സദാ മത്സ്യത്തിന്റെ ഗന്ധം വമിക്കുന്ന ശരീരത്തോട് കൂടിയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ നാറ്റം ആയിരുന്നു അവളുടെ അടുത്ത് വരുമ്പോഴൊക്കെ. അത് നല്ല കസ്തൂരി സുഗന്ധമായിട്ട് മഹർഷി തന്റെ തപശക്തി കൊണ്ട് മാറ്റി കൊടുക്കുകയാണ്. രണ്ടാമത് ഇവളെ വീണ്ടും ഇവളുടെ ആ കന്യകാത്വം പുനഃസ്ഥാപിച്ചു കൊടുക്കുകയാണ്. അവള് കന്യകയായിട്ട് തന്നെ, ആ കുട്ടീനെ പ്രസവിച്ചു എങ്കിൽ പോലും അവള് വീണ്ടും കന്യകയായിട്ട് തീരാനുള്ള ഒരു അനുഗ്രഹം മഹർഷി കൊടുക്കുകയാണ്. പിന്നെ മഹർഷി അവിടെ നിന്ന് തന്റെ കാര്യത്തിന് വേണ്ടി പോയി. പിന്നീട് അവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല. വ്യാസ മഹർഷി ആണെങ്കിലോ, അമ്മ എപ്പോ വിളിച്ചാലും എപ്പോ മനസ്സിൽ ആഗ്രഹിച്ചാലും ഞാൻ അമ്മയുടെ അടുത്തെത്തിക്കോളാം എന്നുള്ള വാക്ക് കൊടുത്തിട്ട് അദ്ദേഹം തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ വ്യാസമഹർഷിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അത് സരസ്വതി എന്ന് പറയുന്ന ആ നദിയുടെ തീരത്ത് വർണ്ണാശ്രമമൊക്കെ കെട്ടി താൻ തപസ്സിലൂടെ ആർജിച്ച വിജ്ഞാനമൊക്കെ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് പിന്നീട് നാം കാണുന്നത്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് തന്റെ ഈ പാണ്ഡിത്യം മുഴുവനും ഉപയോഗിച്ചിട്ട് വേദമന്ത്രങ്ങളൊക്കെ ക്രോഡീകരിച്ച് അതിനെ സമാഹരിച്ച് അതിനെ 4ആയിട്ട് പകുത്ത് തന്റെ 4 ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കാം. വ്യാസന്റെ ശിഷ്യന്മാര് 4 പേരാണ്. അതായത് ഒന്ന് പൈലൻ എന്ന് പറയുന്ന ഋഷിയാണ്. രണ്ടാമത്തെ ആള് ജൈമിനിയാണ്. മൂന്നാമത് വൈശമ്പായനനും 4-മത്തെ ആള് സുമന്തുമാണ്. ഇങ്ങനെ ഈ 4 ഋഷിമാർക്കും 4 വേദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിന്റെ ചുമതലയൊക്കെ, അത് പഠിപ്പിക്കാനുള്ള അവകാശങ്ങളും അതിന്റെ ചുമതലയൊക്കെ ഈ 4 ശിഷ്യന്മാര് ഏൽപ്പിക്കുകയാണ്.
അതില് ഋഗ്വേദത്തിന്റെ ചുമതല പൈല മഹർഷിക്കാണ് നൽകിയത്. വൈശമ്പായനാണ് യജുർവേദം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജൈമിനിയാണ് സാമവേദത്തിന്റെ ചുമതലക്കാരനായത്. സുമന്തു അഥർവവേദത്തിന്റെ ആചാര്യനായിട്ട് തീർന്നു. അങ്ങനെ ഈ 4 ശാഖകളിൽ കൂടെ 4 വേദങ്ങളും പുനരാവിഷ്കൃതമായി വീണ്ടും സമൂഹത്തില് ലോകത്തിന് മുഴുവൻ പ്രചരിക്കാനായിട്ട് വ്യാസനാണ് കാരണമായി തീർന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തന്നെയാണ് വേദവ്യാസ മഹർഷിയുടെ രൂപത്തില് ഇവിടെ അവതരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ഈ ശ്ലോകത്തിലും പറയുന്നത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വസിഷ്ഠായ നമോ നമഃ. വ്യാസരൂപനായിട്ടുള്ള വിഷ്ണുവിനായിക്കൊണ്ട് വിഷ്ണു രൂപത്തിലുള്ള വ്യാസനായിക്കൊണ്ടും നമോ വൈ ബ്രഹ്മനിധയെ ബ്രഹ്മജ്ഞാനത്തിന്റെ സാഗരമായിട്ട് നമുക്കറിയാം. ധർമ്മം അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന കൃതിയാണ് മഹാഭാരതം. ധർമ്മം അധർമ്മം അങ്ങനെ അനവധി വിഷയങ്ങളെ കുറിച്ചിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിജ്ഞാന സാഗരം തന്നെയാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര് ജയം എന്നായിരുന്നു. ജയം എന്ന് പറയുന്ന മഹാകാവ്യം, അതാണ് മഹാഭാരതം. അങ്ങനെ ധർമ്മത്തിന് പല പ്രകാരത്തിൽ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ തന്നെ ജന്മമെടുത്തതാണ് വ്യാസന്റെ രൂപത്തിൽ. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിന്റെ സാഗരമായിട്ടുള്ള വ്യാസന്റെ രൂപത്തിൽ അവതരിച്ച വിഷ്ണുവായിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണു രൂപത്തിലുള്ള വ്യാസനായിക്കൊണ്ട് വാസിഷ്ഠായ നമോ നമ, വസിഷ്ഠ കുലജാതനായിട്ടുള്ള വ്യാസന് നമോ വൈ നമോ നമ, വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഒരു ചോദ്യമുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം. അഥർവ വേദത്തിന്റെ ആചാര്യനായിട്ട് വ്യാസൻ നിശ്ചയിച്ച മഹർഷിയുടെ പേര് ഒന്ന് ഈ വീഡിയോയുടെ അടിയിലായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.